ഡ്രൈവറെ കാലെ പിടിച്ച് വലിക്കേണ്ടതെന്ന് അദ്ദേഹം തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് സുരക്ഷിതമായിട്ട് വണ്ടി നിർത്തിയിട്ട് മറ്റേ അപകടങ്ങൾ ഒഴിവായെന്ന് പറയുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തന്നെ മൊഴികളുണ്ട്. രാഷ്ട്രീയമൊന്നുമില്ല. പുള്ളി ഡ്രൈവറും കണ്ടക്ടറും ജോലി ചെയ്യാൻ മന്ത്രി പറഞ്ഞ ഉറപ്പിന്മേൽ ജോലി ചെയ്യാമെന്നവരാണ്. അവരെയാണ് സമരാനുകൂലികൾ മർദ്ദിക്കുകയുണ്ടായത്. അപ്പോൾ ഞങ്ങളും തയ്യാറായിട്ട് ഇന്ന് ഡ്യൂട്ടിക്ക് അനുസരിച്ച് പോകാനായിട്ട് തയ്യാറായിട്ട് വന്നതാണ്. ഈ ഒരു രാഷ്ട്രീയത്തിലില്ലാത്ത ആളാണ്, നിഷ്പക്ഷനായിട്ട് ഇരിക്കുന്ന ആളാണ് പുള്ളി. നമ്മളെ ജീവനക്കാരെന്ന് പറയുന്നത് തൊഴിൽ ചെയ്യണമെന്നുള്ള ആ മന്ത്രിയുടെ ഉറപ്പിന്മേൽ വന്ന് സർവീസ് പോയ ആളാണ്. അദ്ദേഹത്തിനാണ് മർദ്ദനമേറ്റത്. അതിപ്പം പ്രതിഷേധത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവണമെന്നുള്ള തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. പുള്ളി ഹോസ്പിറ്റലിലാണ്, കൊല്ലത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള അറിവ്. ആളുണ്ടെങ്കിൽ ഇപ്പോൾ സർവീസ് പോകാൻ തയ്യാറായിട്ട് കണ്ടക്ടറും ഡ്രൈവർമാരും ഇവിടെ വില്ലിങ്ങാണ്, ഒപ്പിട്ടിട്ട് എല്ലാവരും നിൽപ്പുണ്ട്. വന്നാൽ മതി. ആളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമില്ല. ഇപ്പം തന്നെ ഒരു 20 മിനിറ്റോളം കിടന്നതിന് ശേഷമാണ് ഒരാളെ കിട്ടാണ് ഇപ്പോൾ സർവീസ് പോയേക്കുന്നത്. അപ്പോൾ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ സർവീസ് പോയി. അതാണ് ആളുണ്ടെങ്കിൽ പോവും, ഉറപ്പായിട്ടും പോയിരിക്കും. അതാണ് ഇപ്പോൾ ഒരാളെയും കൊണ്ടാണ് കായംകുളത്തേക്ക് പോയേക്കുന്നത്. ചിലപ്പം വഴിയേച്ച ആളെ കിട്ടായിരിക്കും. അങ്ങനെയുള്ള അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ. പിന്നെ നമ്മുടെ സഹപ്രവർത്തനല്ലേ, അതിനെന്തായാലും സ്വാഭാവികമായിട്ട് വിഷമമുണ്ടല്ലേ. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല. പുള്ളി അദ്ദേഹത്തിൻ്റെ തൊഴിലാണ് ചെയ്തത്. അപ്പം സർക്കാർ പ്രഖ്യാപിച്ച ആ സർക്കാരും മന്ത്രിയും പറഞ്ഞ വാക്കിൻ്റെ പുറത്ത് സർവീസ് പോയേക്കാണ് ഈ മർദ്ദനം ഏറ്റിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, താൻ ഇവിടെ പരിസരം പരിശോധിച്ചാൽ തന്നെ അറിയാം. ഇവിടെ ഒരാളും ബസ് കയറാനോ യാത്ര ചെയ്യാനോ നിൽക്കുന്നില്ല. എല്ലാവരും പണിമുടക്കുമായി സഹകരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ നിലയിൽ ഒരു സാഹചര്യമാണ് പൊതുവെ നിൽക്കുന്നത്. എന്നാൽ ബോധപൂർവമായി സമരം പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ ഏതാനും ചില തൊഴിലാളികൾ, ചില ഭരണാനുകൂല നിലയിലുള്ള ചില ആളുകൾ ബോധപൂർവമായ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറുതെങ്കിലുമായ ചിലയിടത്തെങ്കിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിലെ എവിടെ എടുത്ത് പരിശോധിച്ചാലും, ഇപ്പോൾ കരുനാഗപ്പള്ളി ഇപ്പോൾ നമുക്ക് കാണാം, എവിടെ എടുത്ത് പരിശോധിച്ചാലും ഒരാളും യാത്ര ചെയ്യാൻ ആ നിലയിലേക്ക് നിരത്തിലിറങ്ങുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ പോലും ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു വാഹനങ്ങൾ പോലും ഇവിടെ തടയുന്ന നിലയില്ല. പക്ഷേ ഒരു നിലയിലും അത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ പോലും നിരത്തിലിറങ്ങാതെ ജനങ്ങളാകെ ഈ സമരത്തിന്, ഇത് തൊഴിലാളി സമൂഹം ഒറ്റക്കെട്ടായി നടത്തേണ്ട പണിമുടക്കാണ് എന്ന നിലയിൽ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ തകർക്കുന്നതിന്, ഈ പണിമുടക്ക് പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ നടത്തുന്ന പരിശ്രമങ്ങളാണ് പലയിടത്തും ചിലതെങ്കിലുമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന്. അത്തരം പ്രശ്നങ്ങൾ ഒരു നിലയിലും നമ്മൾ ആ സമരത്തിന് അനുകൂലമായി, അല്ലെങ്കിൽ സമരത്തിന് ആ നിലയിലുള്ള അക്രമം നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടേ ഇല്ല. ഒരു തൊഴിലാളിയെയും ആക്രമിക്കുന്നത് ഒരു സമരത്തിൻ്റെ ഭാഗമായി ശരിയാണെന്ന കാഴ്ചപ്പാടും ഞങ്ങൾക്കില്ല.